ഹായ് ആൾ, വെൽക്കം ടു കോമഡി കാക്കാർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ, കേരള ഹിസ്റ്ററിയിലെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ സ്ഥിരം PSCയിലൊക്കെ ചോദിച്ചു കണ്ടേക്കുന്ന ഒരു ഏരിയയാണ് തിരുവിതാംകൂറുകാരുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ തിരുവിതാംകൂർ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി അധികം രാജാക്കന്മാരോടെ പഠിക്കണം, അല്ലെ? മാർത്താണ്ഡവർമ്മ, അതുകൂടാതെ ശ്രീ ചിത്തിര തിരുനാൾ, അങ്ങനെ ഒത്തിരി അധികം രാജാക്കന്മാർ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ അവിടെ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടത്. കാരണം അതിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായി റിലേറ്റ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1936 ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു എന്നുള്ളത്, അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇനി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്നത് നമുക്ക് തിരുവിതാംകൂർ രാജവംശം അല്ലെങ്കിൽ തിരുവിതാംകൂറുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഏറ്റവും ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹോട്ട് ടോപ്പിക്കിൽ വരുന്ന ഒരു രാജാവാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഈ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അത് നോക്കാം. അതായത് ശ്രീ ചിത്തിര തിരുനാൾ, അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതില് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാലാണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കോളാം, ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി നവംബർ 12, 1936, അല്ലെ? 1936. ഇനി ദെൻ എന്തൊക്കെയാണ് നമുക്ക് തിരുവിതാംകൂറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടത് നോക്കാം. അതുകൂടാതെ നമുക്ക് ശ്രീ ചിത്തിര തിരുനാളിനെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരാൾ തന്നെയാണ്. അപ്പൊ ഇവിടെ തിരുവിതാംകൂറിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഇവിടെ ഓർത്ത് വെക്കണം, വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ്, അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് തിരുവിതാംകൂറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന ഒരു രാജവംശം. പിന്നെ അതുകൂടാതെ ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക രാജവംശം അല്ലെങ്കിൽ ഏക നാട്ടുരാജ്യം എന്ന് പറയുന്നത് തിരുവിതാംകൂറാണ്. ഇനി അതുകൂടാതെ തപാൽ സംവിധാനം, അതായത് അഞ്ചൽ നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, തപാൽ സംവിധാനം. ഇനി ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യമാണ്. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്? അതായത് വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്നു, അല്ലെ? ഇനി ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസ്, പിന്നെ നാണയം ഇറക്കാനായിട്ട് അനുമതി ലഭിച്ചത്. ഇനി തപാൽ സംവിധാനം കൊണ്ടുവന്നു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന ആ ഒരു നാട്ടുരാജ്യം. ഇനി രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം. ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഇനി അതുകൂടാതെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആണ് നമുക്ക് അവസാന ഭരണാധികാരി എന്ന് പറയുന്നത്. അതുകൂടാതെ തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി തിരുവിതാംകൂറിന്റെ ക്ഷേത്ര പ്രവേശന വിളംബരം, അതായത് 1936 നവംബർ 12 പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇനി കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാണ്. അതുകൂടാതെ പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ്. ഇനി കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത്, അല്ലെ? ഇവിടെ നമ്മളുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും ഹുക്ക് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? അതായത് അവസാന ഭരണാധികാരി, അല്ലെ? തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി, വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവാണ്. ഇനി ക്ഷേത്ര പ്രവേശന വിളംബരം, അത് നമ്മൾ പ്രത്യേകം പഠിക്കണം, 1936 നവംബർ 12. ഇനി കടൽ യാത്ര നടത്തി പോപ്പിനെ സന്ദർശിച്ചു, അല്ലെ? കടൽ യാത്ര പോപ്പിനെ സന്ദർശിച്ചു. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിക്കുമ്പോൾ അദ്ദേഹമാണ്, ശ്രീ ചിത്തിര തിരുനാളാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ഈ നെല്ലിക്കാമ്പെട്ടിയുടെ ഇപ്പോഴത്തെ പേരെന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇനി നെക്സ്റ്റ്, തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖൻ, അതായത് ഗവർണർ, വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ്, പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ്. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. അതായത് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖൻ, അതായത് ഗവർണർ, പിന്നെ അതുകൂടാതെ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ്, പിന്നെ അതുകൂടാതെ പുന്നപ്ര വയലാർ സമരകാലത്തെ, അതായത് 1946 തിരുവിതാംകൂർ രാജാവ്. നെക്സ്റ്റ്, പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി. ഇനി എന്താണ്? അതായത്
ഹബീബുള്ള, അതായത് മുഹമ്മദ് ഹബീബുള്ള ചിത്ര തിരുനാളിന്റെ ദിവാനായിരുന്നു. അത് ഓർത്ത് വെക്കണം. ശ്രീ ചിത്ര തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ എന്ന് പറയുന്നത് പി രാമസ്വാമി അയ്യരാണ്. ഇത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കണം. ഈ രാമസ്വാമി അയ്യറുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്? അതായത് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ പ്രമുഖൻ അല്ലെ, ഗവർണർ വധശിക്ഷ നിർത്തലാക്കി. ദെൻ നെക്സ്റ്റ് പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ഇനി പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി. മുഹമ്മദ് ഹബീബുള്ള ഇദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദിവാൻ എന്ന് പറയുന്നത് CP രാമസ്വാമി അയ്യറാണ്. ഇനി ദെൻ നെക്സ്റ്റ് അദ്ദേഹം കൊണ്ടുവന്ന കുറച്ചധികം ഒരു വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നതെന്ന് നോക്കാം. അതായത് ഗ്രാമീണ വികസനത്തെ മുൻനിർത്തി 1939 തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കി. അത് ഓർത്ത് വെക്കണം. 1939 തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കി. ദെൻ നെക്സ്റ്റ് ഫാക്ട് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ 1943, തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, അതായത് 1938 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇനി ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഭൂപണയ ബാങ്ക് 1932, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ച് ശ്രീ ചിത്ര തിരുനാളാണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കാം. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഒത്തിരി വ്യവസായവൽക്കരണവും ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ തുടങ്ങിയതാണ് അല്ലെ. എന്തൊക്കെയാണ്? അതായത് ഗ്രാമീണ വികസനത്തെ മുൻനിർത്തി അദ്ദേഹം തുടങ്ങിയത് തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കി. പിന്നെ അതുകൂടാതെ ഫാക്ട് കൊണ്ടുവന്നു. പിന്നെ അതുകൂടാതെ തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, പിന്നെന്താ തിരുവനന്തപുരം വിമാനത്താവളം, അതുകൂടാതെ തിരുവിതാംകൂർ സർവകലാശാല, പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, അതുകൂടാതെ മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഭൂപണയ ബാങ്ക്, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. പിന്നെ അതുകൂടാതെ കുണ്ടറ കളിമൺ ഫാക്ടറി, പുനലൂർ പ്ലേവുഡ് ഫാക്ടറി, ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് മുതലായവ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഒത്തിരി വ്യവസായ സ്ഥാപനങ്ങൾ ഈ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മളിവിടെ പഠിച്ചത് നമുക്കറിയാം വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് അല്ലെ. ഇനി അത് കൂടാതെ തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ച വ്യക്തി കൂടിയാണ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ. ഇനി ശ്രീമൂലം അസംബ്ലി, അത് ഓർത്ത് വെക്കണം, പ്രത്യേകം ഓർത്ത് വെക്കുക. ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അത് ഓർത്ത് വെക്കണം. 1938 മുതൽ 47 വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പോയിന്റും അവിടെ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ പുതിയ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറയുന്നത്. അത് വർഷം എന്ന് പറയുന്നത് 1947 സെപ്റ്റംബർ 4 ഇനി തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം എന്ന് പറയുന്നത് 1948 മാർച്ച് 20 ഈ ഡേറ്റ് ഓർത്ത് വെക്കുക. അതായത് തിരുവിതാംകൂറിൽ രൂപം കൊണ്ട് പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് മാർച്ച് 20 1948 അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് അല്ലെ. നമുക്ക് അതിന്റെ ഒരു കോഴ്സ് മിറാക്കിൾ ബാച്ച് നമുക്ക് ഇവിടെ പുതിയതായിട്ട് ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഒരു മെന്ററിന്റെ സപ്പോർട്ടോട് കൂടിയാണ് പഠിക്കുന്നത്. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, പോൾ ക്വസ്റ്റ്യൻസുകൾ, അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ഇതെല്ലാം നമുക്ക് ആ ഒരു ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പെടുന്നതാണ്. അതുകൂടാതെ വീക്കിലി എക്സാംസുകൾ, വീക്കിലി ലൈവ് ക്ലാസ്സുകൾ, നമ്മളൊരു സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഒരു ടൈം ടേബിൾ ഉണ്ടാകും, അതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചു തുടങ്ങാണ്. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെയിലി വീക്ക്ലി എക്സാംസുകൾ, വീക്ക്ലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതുകൂടാതെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസുകൾ, മെന്റർഷിപ്പ് ക്ലാസ്സുകൾ, ലൈവുകൾ ഉണ്ടാകും. അതുകൂടാതെ ടൈം ടേബിൾ റിവിഷൻ, അതായത് നമ്മൾ റിവിഷൻ ഉണ്ട്, ഓരോ വീക്കിലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ ലൈവ് ക്ലാസ്സസിൽ നോക്കുകയാണെങ്കിൽ, റെക്കോർഡിംഗ് ക്ലാസ്സുകൾ നോക്കുകയാണെങ്കിൽ അതിന്റെ PDF, അതുകൂടാതെ എക്സാംസ് ചെയ്ത് നോക്കാനായിട്ടുള്ള അവസരങ്ങൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ് 8590202323 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയ ബാച്ചാണ്, നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും.
ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ക്ലാസ്സിന്റെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, പുതിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 120 ആണ്. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഒരു നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് AJ ജോൺ ആണ്. ഈ പേരുകൾ ഓർത്ത് വെക്കണം. നമുക്ക് പുതിയ നിയമനിർമ്മാണ സഭ തുടങ്ങിയപ്പോൾ അതിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് 120 പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ അതിന്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് AJ ജോൺ ആണ്. നെക്സ്റ്റ് നമുക്ക് കവടിയാർ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് 1991 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കും? കേണൽ മൺട്രോ, രാജ കേശവദാസ്, വേലുത്തമ്പി ദളവ, CP രാമസ്വാമി അയ്യർ. അപ്പൊ നമുക്ക് ദിവാനെയാണ് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ ആരായിരിക്കും? CP രാമസ്വാമി അയ്യർ ആണ്. ഓർത്ത് വെക്കാം, തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്. അപ്പൊ നമുക്ക് സർ CP രാമസ്വാമി അയ്യരെ പറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ്? അതായത് ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രമുഖ ദിവാൻ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരാളാണ് സർ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ദിവാൻ എന്ന് പറയുന്നത് സർ CP രാമസ്വാമി അയ്യരാണ്. ഇനി ദിവാനായ വർഷം 1936 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ദിവാനായിട്ട് വരുന്നത്. ഇനി അതുകൂടാതെ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആണ് CP രാമസ്വാമി അയ്യർ. അത് ഓർത്ത് വെക്കണം. ഇനി ഒരേ സമയം അദ്ദേഹം 2 സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതായത് നമുക്ക് മെയിൻ ആയിട്ട് ബനാറസിന്റെയും അണ്ണാമലൈ യൂണിവേഴ്സിറ്റി നമ്മൾ പറയുന്നത് അല്ലെ, ബനാറസ് യൂണിവേഴ്സിറ്റിയും അണ്ണാമലയും ഒരേ സമയം 2 സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. ഇനി നെക്സ്റ്റ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാനായിട്ട് ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. പിന്നെ അതുകൂടാതെ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. അത് ഓർത്ത് വെക്കണം, സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം. ഇനി അങ്ങനെ സർ CPയെ 1947 ജൂലൈ 25 ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗം KCS മണി, അതിൽ ഒരാളാണ് KCS മണി. ഓർത്ത് വയ്ക്കുക, KCS മണിയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് കോനാട്ടുമഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യറാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കാൻ എളുപ്പത്തിലാണ് നമ്മൾ KCS മണി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, നമുക്ക് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ മാത്രമല്ല നമ്മളവിടെ ഒത്തിരി അധികം ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരികളെ പറ്റി പഠിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് വരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെ. മാർത്താണ്ഡവർമ്മ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കാർത്തിക തിരുനാൾ രാമവർമ്മ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, റാണി ഗൗരി ലക്ഷ്മിബായി, റാണി ഗൗരി പാർവതിബായി, സ്വാതി തിരുനാൾ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ, അവിട്ടം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായും, റാണി ഗൗരി പാർവതിബായി, സ്വാതി തിരുനാൾ. നെക്സ്റ്റ് വരുന്നതാണ് ഉത്രം തിരുനാൾ, ആയില്യം തിരുനാൾ, വിശാഖം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, റാണി സേതു ലക്ഷ്മിബായി, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പോൾ ഇത്രയും ഭരണാധികാരികളാണ്. ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാളിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അദ്ദേഹത്തിന്റെ ദിവാനായിട്ടുള്ള സർ CP രാമസ്വാമി അയ്യരെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മളെ ഇങ്ങനെ വെറുതെ പഠിച്ചാൽ പോരാ, നമുക്കിവിടെ ഇതിന്റെ ഇയേഴ്സ് കൂടി ഓർത്ത് വയ്ക്കാം. അതായത് ഇപ്പൊ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മരിച്ചിരുന്ന ഒരു വർഷം ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്, അദ്ദേഹം തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഏതെല്ലാം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പഠിച്ചു വെക്കണം. പ്രധാനമായിട്ടുള്ള ദിവാൻ ആരൊക്കെയായിരുന്നു, അദ്ദേഹം കൊണ്ടുവന്ന അടിമത്തം നിർത്തലാക്കി എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ അതുകൂടാതെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിൽ വരുന്ന ഒരു തിരുവിതാംകൂർ രാജാവ് ആരൊക്കെ എന്നത് അടക്കമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമല്ല, സ്റ്റേറ്റ്മെന്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യേണ്ടത് ഇതിന്റെ വർഷങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതായത് ഇപ്പോ മാർത്താണ്ഡവർമ്മ, അതുകൂടാതെ ബാലരാമവർമ്മ, കാർത്തിക തിരുനാൾ, അവിട്ടം തിരുനാൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒത്തിരി അധികം ഭരണാധികാരികളെ പഠിച്ചു അല്ലെ. അപ്പൊ ഇതിന്റെ വർഷങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാം. ഇനി നെക്സ്റ്റ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? നോക്കിക്കേ, തിരുവിതാംകൂറിലെ ദളവ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, കുണ്ടറ വിളംബരം. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന, വേലുത്തമ്പി ദളവയുമായിട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാം. 2 കമന്റുകളാണ് നമ്മൾ വേണ്ടത്. ഒന്ന് ഭരണാധികാരികളുടെ വർഷങ്ങൾ, ഇപ്പൊ മാർത്താണ്ഡവർമ്മ തുടർന്ന് അങ്ങോട്ടുള്ള ആ ഓരോ വർഷങ്ങൾ ഏതെല്ലാം, ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്, അവസാനം വരെയുള്ളതൊന്ന് കമന്റ് ചെയ്യുക.
പിന്നെ അത് കൂടാതെ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നുള്ളത്. ഫസ്റ്റ് കമന്റ് ചെയ്യുന്നവരെ നമുക്ക് പിൻ ചെയ്തിടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കിക്കോളാം. ഓക്കെ, അപ്പൊ നമ്മൾ തിരുവിതാംകൂറിന്റെ നമുക്ക് ഇത്രയും പഠിച്ചാൽ പോരാ, ഒത്തിരി പഠിക്കണം. നമ്മൾ ഒരാളെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലും ഒക്കെ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.